നമസ്കാരം സുഹൃത്തുക്കളെ, അലൈൻ ജസ്ലയാണ്. ഞാനിപ്പോൾ ഉള്ളത് അലൈൻ ടൗൺ സെന്ററിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി തൊട്ട് മുന്നിലാണ്. ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു നേരിടുന്ന ഒരു പ്രശ്നമാണ്, നമ്മളിവിടെ ഗോൾഡ്, അതായത് കമ്മലാവട്ടെ, മാലയാവട്ടെ, പാദസരാവട്ടെ, ഒരുപാട് ഓർണമെന്റ്സുകൾ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത് വിളക്കാനായിട്ട് വല്ല തട്ടാമരത്ത് പോവാം. ഇവിടെ ആണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ജ്വല്ലറികളിലൊക്കെ സമീപിക്കും. ജ്വല്ലറിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 ആഴ്ചയൊക്കെ എടുക്കും അത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഷോപ്പ് ഉണ്ട് ഇവിടെ. അവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺ സ്പോട്ട് വിത്തിൻ 5 മിനിറ്റ് 10 മിനിറ്റിൽ ഇപ്പൊ നമുക്ക് അതിൽ കല്ലടന്നു പോയതോ അല്ലെങ്കിൽ വെട്ടിച്ചെറുതാക്കാനുള്ളതോ വിളക്കാനുള്ളതോ അങ്ങനെ പല ഇത്തരത്തിലുള്ള എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട് അലൈനിൽ. അത് നമ്മുടെ സുഹൃത്ത് റഫീഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആള് നല്ല ഫുൾ ടൈം ബിസി ആയിരിക്കും ആള്. എന്തായാലും ഇപ്പോൾ ടൗണിൽ വന്നപ്പോൾ നാളെ ഷോപ്പിലൊന്ന് പോകാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ ഷോപ്പ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടും. നമുക്ക് എന്തായാലും ഷോപ്പിലേക്ക് പോവാം. ടൗണിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബിൽഡിംഗാണ് കാണുന്നത്. അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ലെഫ്റ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഹയാത്ത് ബിൽഡിംഗ്. എന്റെ പുറകെ കാണുന്ന ഈ ആഫിയ പെർഫ്യൂം സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിലായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത്. അപ്പൊ ബേസ്മെന്റില് ഒരു 2-3 ഷോപ്പുകളുണ്ട്. അപ്പൊ നമ്മുടെ സുഹൃത്തിന്റെ ഷോപ്പ് പ്രത്യേകം ഞാൻ കാണിച്ചത്. ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നേരെ ലെഫ്റ്റ് എടുക്കുക. ബ്ലൂ പേൾ ഗോൾഡ് റിപ്പയർ, ഇതാണ് നമ്മുടെ ഷോപ്പ്, റഫീഖ് ഭായിയുടെ ഷോപ്പ്. അസ്സലാമു റഫീഖ് ഭായ്, എന്നിട്ട് നല്ല തിരക്കിലായിരുന്നു. നേരത്തെ വന്നപ്പോ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ. അപ്പൊ നിങ്ങളെ കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതുപോലെ ഒരുപാട് ഫാമിലീസ് നേരിടുന്ന പ്രശ്നമാണ് ഗോൾഡ് ചെയിൻ ഇതൊക്കെ പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് റിപ്പയർ ചെയ്യില്ല, എവിടെ ചെയ്യണം. ജ്വല്ലറിയിലൊക്കെ കൊടുത്താൽ ചിലപ്പോ 1-2 ആഴ്ച ടൈം ഒക്കെ എടുക്കും. അതൊരു ടെൻഷൻ. രണ്ടാമത്തെ ടെൻഷൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറ്റുമോ, അത് വല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യും, അങ്ങനത്തെ കുറെ ടെൻഷൻ. സാധാരണക്കാരൻ മൈൻഡ് അല്ലേ, അതെ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം അല്ലേ, അതൊരു ടെൻഷൻ. പിന്നെ ഗോൾഡ് വിൽക്കാൻ, അതുപോലെ എന്താ പറയാ കല്ലറന്നു പോയത് റിപ്പയർ ചെയ്യാൻ, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂ കുറെ ആൾക്കാർക്ക് ഉണ്ട്. അപ്പോ റഫീഖ് ഭായിനെ എനിക്കറിയാം, ഞാനിവിടെ ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. അപ്പൊ നമ്മളിങ്ങനെ സ്ഥാപനം ഇവിടെ ഉണ്ടെന്ന് എല്ലാവരും പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ എന്ന് പറഞ്ഞ് സിമ്പിൾ ആയിട്ട്? നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഫുള്ള് റിപ്പയർ, ഗോൾഡ് ഡയമണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിപ്പയർ വർക്കും, പിന്നെ പോളിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കറുത്തൊക്കെ നാട്ടിലെ പോകുന്ന സാധനം പുതിയതാക്കി കൊണ്ടുപോകണം ഇവിടെ നമ്മൾ ചെയ്തു കൊടുക്കും. പുതിയ ഫീലിംഗ് ആവും ചെയ്യും. ശരിക്കും ഒറിജിനൽ പുതിയ ആ ഒരു ഫീലിംഗ് പോളിഷ് ചെയ്ത് തരുമ്പോൾ ശരിക്കും പുതിയതുപോലെ ആവാറുണ്ട്. പിന്നെ നമ്മൾ പിന്നെ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. പേര് എഴുതുന്ന പെൻഡന്റ് പേരൊക്കെ നമുക്ക് ഇവിടെ കല്യാണത്തിലൊക്കെ ഉള്ള മോതിരോ അതുപോലെ ലോക്കറ്റ് ഒക്കെ വേണമെങ്കിൽ അതേമാതിരി ഫിംഗറിംഗ് സ്റ്റോൺ വെച്ചത് നവരത്ന നമുക്ക് ഇവിടെ വന്ന് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. വെള്ളിയിലോ ഗോൾഡിലോ എന്തിലോ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഗോൾഡ് വെള്ളി ചെയ്യുന്നുള്ളൂ. അതല്ലേ, ഓക്കെ. പിന്നെ നമ്മുടെ പ്യൂരിറ്റി 100% പ്യൂരിറ്റി സാധനങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം പ്യൂരിറ്റി ചെക്ക് ചെയ്ത് അതിന് ശേഷം നമ്മൾ കസ്റ്റമേഴ്സ് കൊടുക്കുന്നു ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നമ്മളെ ഗോൾഡ് വിൽക്കാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മ എടുക്കും, അതും നമ്മൾ എടുക്കും. എല്ലാം ആയിട്ടുണ്ട്. ഒരുവിധം എല്ലാ പരിപാടിയുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വന്ന് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരും കൺമുനി വെച്ച് ശരിയായി കൊടുത്തൂടെ. ഒരുവിധ സാധനങ്ങളൊക്കെ വലിയ പണി എടുക്കുന്നതാണെങ്കിൽ മാത്രമേ ടൈം എടുക്കുള്ളൂ, അല്ലാത്ത ഇവിടെ പണി ചെയ്തു. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതായത് നമുക്ക് എന്തെങ്കിലും സാധനം വല്ല മാലയൊക്കെ പൊട്ടിയതോ കല്ലടന്നു പോയതൊക്കെ അവര് പറ്റുന്ന സംഭവമാണെങ്കിൽ അത് അത്യാവശ്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾ കൺമുനി വെച്ച് തന്നെ ഞാൻ അങ്ങനെ മേടിച്ചിട്ട് പോക്ക്. എനിക്കിപ്പോ വെള്ളിയൊക്കെ വിളക്കാൻ വരാറുള്ളൂ, പക്ഷെ രണ്ടാമത് വരുന്ന ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അപ്പൊ തന്നെ അവർക്ക് ചെയ്തു തരാറുണ്ട്. അതിന് എന്റെ കോൺഫിഡൻസ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് 18 ക്യാരറ്റിന്റെ ഷോപ്പ് ഉണ്ട് നമ്മുടെ അൽഫല ലുലൂര്. സെയിം പേര് ബ്ലൂ പേൾ തന്നെ, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഗോൾഡ് റേറ്റ് നല്ല ഹൈ ആണ്. ഒരുവിധം സാധാരണക്കാർക്കൊന്നും നാട്ടിൽ പോകുമ്പോൾ ഒരു വലിയ വാങ്ങാൻ കഴിയില്ല. അപ്പൊ നമുക്ക് 18 ക്യാരറ്റ് ആകുമ്പോൾ ഇപ്പൊ ട്രെൻഡി ആണ് നാട്ടില്, ടീനേജേഴ്സ് പ്രത്യേകിച്ച്. അതേപോലെ തന്നെ ടൈമാണ് ഇപ്പൊ എല്ലാ നാട്ടിൽ തന്നെ എല്ലാ ബ്രാൻഡഡ് ജ്വല്ലറികളും 18 ക്യാരറ്റ് എല്ലാ ജ്വല്ലറികളും ഉണ്ട്. അപ്പൊ നാട്ടില് ടീനേജ് അതേമാതിരി ലവേഴ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന 5 ഗ്രാം ഉണ്ടെങ്കിൽ ഫുള്ള് സാധനങ്ങൾ. ഇവിടെ നമ്മളെ മെയിൻ ആയിട്ട് നമ്മളെ 18 ക്യാരറ്റിന്റെ ഷോപ്പ് ഉള്ളത് നമ്മുടെ ലുലു അൽഫല പ്ലാസയിലാണ്. ഷോപ്പിന്റെ പേര് ബ്ലൂ പേൾ. അപ്പൊ റിപ്പയറിംഗ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ വരാം. നിങ്ങളെ ഈ വീഡിയോ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മുടെ വീഡിയോ കണ്ടു വരികയാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ചാർജിൽ ഒരു 10% നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. കമ്പനിന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിന് മെയിൻ ആളാണ്. അപ്പൊ ഭയങ്കര സന്തോഷം. നിങ്ങൾ തിരക്കിന്റെ ഞാൻ 2-3 തവണ വന്നപ്പോഴും ഇവിടെ നിറച്ച ആൾക്കാരാണ്. അപ്പൊ അത് എന്റെ ഇടയിൽ കയറി വന്നിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇതിനുള്ളില് ചെറിയ സ്ഥലം നല്ല സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും. പിന്നെ നെയിം എൻഗ്രേവിംഗ് ചെയ്യാൻ പറ്റും നമുക്ക്. ഫോട്ടോസ് ഒക്കെ ഫിംഗറിംഗിൽ ഫോട്ടോസ് എക്സാമ്പിൾ ഇതിപ്പോ പേര് എഴുതിയതാണ്, ഒരു ഫിംഗറിംഗിൽ പേര് എഴുതിയതാണ്. ഇങ്ങനെ നമുക്ക്
എന്ത് വേണമെങ്കിലും ചെയ്യാൻ ലേസർ ലേസർ പ്രിന്റിംഗ് ഫോട്ടോ വേണമെങ്കിലും നമ്മളെ ഒരു ലോക്കറ്റിലോ മോതിരത്തിലൊക്കെ ചെയ്യാൻ പറ്റും. പ്രിന്റ് ചെയ്യാം. ഇത് ഞാൻ അധികം അല്ലെങ്കിൽ ഇവിടെ ആരും ഇല്ല നമ്മുടെ അല്ലേ. അതായത് നമ്മൾ ലോക്കറ്റിലൊക്കെ പൊതുവെ നമ്മൾ പേരാണ് എഴുതാറ്. ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് എന്താ ആവശ്യത്തിനാവട്ടെ ഒരു വ്യക്തിയുടെ ഫോട്ടോ ലേസറിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. അത് മോതിരായാലും അല്ലെങ്കിൽ മാല ആയാലും എന്തിനു വേണമെങ്കിലും അത് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഒരു പുതിയൊരു നൂതനമായിട്ടുള്ള ടെക്നോളജിയാണ്. അതടക്കം ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നാട്ടിലൊക്കെ വല്ല കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ലോക്കറ്റോ അതുപോലെ എന്തെങ്കിലുമൊക്കെ വല്ല ഡിസൈൻ ചെയ്ത് പേര് എഴുതി കൊണ്ടുപോകാനുണ്ടെങ്കിൽ നേരെ റഫീഖ് ഭായിയുടെ അടുത്തേക്ക് വരാം. റഫീഖ് ഭായിയുടെ നമ്പർ ഞാനിതിൽ കൊടുക്കുന്നതായിരിക്കും. റഫീഖ് ഭായ് ഒരുപാട് താങ്ക് യു. വിളിക്കാം, നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതില്. അപ്പൊ ആൾക്കാർ വിളിച്ചായിട്ട് പെരുമഴ വന്നിങ്ങനെ വരുന്നുണ്ട്. ബ്ലൂ പേൾ ഗോൾഡ് റിപ്പയറിൽ വരാം, റഫീഖ് ഭായിനെ കാണാം. ഓക്കെ, അപ്പൊ പുതിയ വിശേഷങ്ങളായി അടുത്ത വീഡിയോ കാണും വരെ ബൈ.